സ്റ്റഡി ട്രാവൽ ഡൈൻ വിത്ത് പ്രാന്ത സെയിലർ ഇന്ന് സുഷി കഴിക്കാൻ പോവുകയാണ്. ജപ്പാനിലെ ഫേമസ് കൺവെയർ ബെൽറ്റ് സുഷി. ഇവിടെ ഏകദേശം 100 ഡിഫറെൻറ്റ് ടൈപ്പ് സുഷി കിട്ടും. ഏകദേശം $1 60 രൂപ മുതൽക്ക് ഒരു 100 രൂപ വരെയുള്ളത് കിട്ടും. ഇവിടെ 300 രൂപ വരെയുള്ള കിട്ടും. നമ്മുടെ ടേബിളിൻ്റെ മുമ്പിൽ ഒരു ടാബ്ലറ്റ് ഉണ്ടാവും. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഏതാ വേണ്ടതെന്ന്. ഓരോ ഡിഫറെൻറ്റ് ഫോട്ടോഗ്രാഫും കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. സുഷി പറയുന്നത് റോ ഫിഷ് റൈസിൻ്റെ മുകളിൽ പൊതിഞ്ഞിട്ട് വിനിഗറും ഉണ്ടാവും. അത് വെച്ചിട്ടുള്ളൊരു ഡിഷാണ് സുഷി. ജപ്പാനിലെ ഭയങ്കര പോപ്പുലർ ഡിഷാണ്. നമ്മളതിൽ സെലക്ട് ചെയ്തു, എന്നിട്ട് പ്ലേസ് ഓർഡർ ചെയ്യുക. നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പ് കൂടെ ഇങ്ങനെ പ്ലേറ്റുകൾ പോയിക്കൊണ്ടിരിക്കും. ഈ പ്ലേറ്റിൻ്റെ കളറിനനുസരിച്ചാണ് വില. നീല പ്ലേറ്റിന് 110, വെള്ള പ്ലേറ്റുള്ളത് 180. 180 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു $2 120 രൂപ ഉണ്ടാവും, ഇന്ത്യൻ റുപ്പീസ്. അപ്പോൾ റോ മീറ്റ് ആയിരിക്കും. പിന്നെ ഫിഷിൻ്റെ എഗ്ഗിൻ്റെ ഉണ്ടാവും, വെജിറ്റബിൾ സുഷി ഉണ്ടാവും. പല ഡിഫറെൻറ്റ് ടൈപ്പാണ്. മെയിൻലി ഫിഷ്. ഓക്കെ, അതിൻ്റെ ആ ടേബിളിൽ ഇങ്ങനെ വരുമ്പോൾ അതിലിങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് സ്പെഷ്യൽ ഡിഷ് ഓർഡർ ചെയ്യാം. സ്പെഷ്യൽ ഡിഷ് ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ ഗാർലിക്ക് സോയാ സോസ് കിട്ടും. ഗാർലിക്ക് പീൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ജിഞ്ചറും ഗാർലിക്കും അതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നല്ല സ്വാദുണ്ടാവും. പിന്നെ നമുക്ക് സ്പെഷ്യൽ സുഷി ഓർഡർ ചെയ്യാം. അത് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വണ്ടിയിൽ വരും. ഇതുണ്ട് ഷിൻകാൻസൻ മോഡലിൽ, ബുള്ളറ്റ് ട്രെയിൻ മോഡലിൽ ഒരു വണ്ടിയിൽ അത് നമ്മുടെ സാധനം വന്നു. അത് നേരെ വന്ന് നമ്മുടെ മുമ്പിലങ്ങോട്ട് നിർത്തും. ഒക്കെ കമ്പ്യൂട്ടർ AI ഓറിയൻറ്റഡ് ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അതിലൊക്കെ. നമ്മുടെ മുമ്പിൽ നിന്നു, നമ്മളെടുത്തു, അത് ബില്ലാവും. പിന്നെ കുടിക്കാനുള്ള വെള്ളം, സുഷി എല്ലാം ഉണ്ട്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. എത്ര വേണം കഴിക്കാം. $1 to $3. അത് 60 രൂപ തൊട്ട് ഒരു 150, 250, 300 രൂപ വരെയുള്ളതുണ്ടാവും. പല ഡിഫറെൻറ്റ് ടൈപ്പ്. അത് ജിഞ്ചറിൻ്റെ കൂടെ അങ്ങനെ കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണം. ആരും ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ സുഷി കഴിക്കുന്നത് മിസ്സാവരുത്. പ്ലേറ്റായിട്ട് ഓർഡർ ചെയ്യാം. ഒന്നിച്ചൊരു പ്ലേറ്റ് ഓർഡർ ചെയ്താൽ നമുക്ക് കുറച്ച് വില കുറഞ്ഞ് കിട്ടും. ഞങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്തു, വേറെ ഓർഡർ ചെയ്തു. ഇതിന് മിക്കി എന്നാണ് പറയുക. ഇങ്ങനെ സീവീഡിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ കഴിച്ച പ്ലേറ്റുകൾ നമ്മുടെ മുമ്പിൽ തന്നെ ഇരിക്കും, കാലിയായ പ്ലേറ്റുകൾ. അതിനനുസരിച്ചാണ് നമ്മുടെ പൈസ ബില്ലാവണത്. ബ്ലൂ കളറാണ് ഏറ്റവും കൂടുതൽ ബില്ല്. പിന്നെ റെഡ് സെക്കൻഡ്, വൈറ്റ് തേർഡ്. അത് നമ്മൾ ഫൈനലി നമ്മുടെ ടാബ്ലറ്റിൽ പോവുക. നമ്മൾ എന്തൊക്കെ കഴിച്ചു അതിങ്ങനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറയും, ടാബ്ലറ്റ് ദ ബിൽ. അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടറിൽ നിന്നൊരു സ്ത്രീ വരും. അവരവരുടെ കയ്യിലൊരു പാഡ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മളുടെ എത്ര കഴിച്ചു എന്നുള്ളവർ കണക്കാക്കും. എന്തൊക്കെ പ്ലേറ്റിൻ്റെ എണ്ണം നോക്കിയിട്ട്. ജസ്റ്റ് ഒരു മെഷീനാണ്. ആ മെഷീൻ കൊണ്ട് അവർ ജസ്റ്റ് കൗണ്ട് ചെയ്തു. അപ്പോൾ കൗണ്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം പ്ലേറ്റിൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് നോക്കുന്നത്. അങ്ങനെ നോക്കി പൈസയായി. നമ്മുടെ ബില്ല് നമ്മുടെ കയ്യിൽ കിട്ടി. വയറൊക്കെ നിറഞ്ഞു. നമുക്ക് ഏകദേശം $15 ആയിട്ടുള്ളൂ. ഇത്രയൊക്കെ കഴിച്ചിട്ട് വെറും $15, 15, ഏകദേശം 1000 രൂപ ഇത്രയേ ഉള്ളൂ. വളരെ കുറവാണ് വില. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റൊക്കെ നോക്കുമ്പോൾ ജപ്പാനിലെ പോയി ഇതൊക്കെ കഴിക്കാൻ നല്ല സുഖമാണ്, നല്ല ലാഭമാണ്. പിന്നെ നമ്മൾ നേരെ കൗണ്ടറിൽ പോവുക. ഈ ബില്ല് കൊണ്ട് കൗണ്ടർ 110 മുകൾക്കുള്ളുണ്ട്. കൗണ്ടറിൽ പോവുക, അവിടെ ആളുടെ അടുത്ത് പൈസ കൊടുക്കുക. അയാൾ ബാക്കി ചില്ലറ തരും. പൈസ മേടിക്കുക, അയാൾക്കൊരു താങ്ക് യു പറയുക, പോവുക. അങ്ങനെ നിങ്ങളെല്ലാവരും അടുത്ത തവണ പോകുമ്പോൾ ജപ്പാനിലെ സുഷി എൻജോയ് ചെയ്യാൻ മറക്കരുത്. സുഷി സാഷിമി. ഓക്കെ, റോ ഫിഷ്. താങ്ക് യു.